ഞാൻ പച്ചമുളക് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വിനാഗിരി ഉപ്പൊക്കെ ആക്കി വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അത് കുറച്ച് നല്ല വെള്ളത്തിലൊക്കെ കഴുകി തോർത്തി ഇതേപോലെ ഞെട്ടിയൊക്കെ പൊട്ടിച്ച് ഒരു ബോക്സിലാക്കി വെക്കും. അപ്പോൾ ലീവുള്ള ദിവസങ്ങളിലാണ് കേട്ടോ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നൊരു ലീവ് ദിവസമായിരുന്നു. അപ്പോൾ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ അതേപോലെ നന്നാക്കി ഒരു ബോക്സിലാക്കി അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ അത് അടച്ചു വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം നാരങ്ങയും കൂടി വെക്കാറുണ്ട്. ആ നാരങ്ങ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ആ ഉള്ളിയുടെയൊക്കെ ഒരു അടഞ്ഞിരുന്ന സ്മെല്ലൊന്നും തോന്നില്ല. നല്ല എപ്പോഴും നല്ല ഫ്രഷ് സ്മെല്ലായിരിക്കും. അതേപോലെ കുറച്ച് സവോളയും തോലൊക്കെ പൊളിച്ച് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ പിന്നെ നമുക്കത് എടുത്ത് അരിയുമ്പോൾ കണ്ണൊന്നും നീറില്ല കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇങ്ങനെ എടുത്ത് വെക്കണതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഓരോ ദിവസം നമ്മൾ ഇതിൻ്റെയൊക്കെ തൊലി എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ ഇടുക ഒക്കെ ചെയ്താൽ അത് പെരിച്ചാഴിയൊക്കെ വന്ന് വീടിന് 4 പുറം ഓരോ മാന്തൽ മാന്തിയിട്ട് പോകും. അപ്പോൾ ഇത് ഒറ്റ ദിവസം ചെയ്ത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ വേസ്റ്റും കൂടി ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് അതിൽ കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ട് അടച്ചു വയ്ക്കും. അപ്പോൾ പിന്നെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അതൊക്കെ. അപ്പോൾ ഇന്നും അതേപോലെയൊക്കെ ചെയ്തു വെച്ചു. പിന്നെ കുറച്ച് സമയം കിട്ടിയപ്പോൾ കുറച്ച് നാളികേരമൊക്കെ ഒന്ന് വറുത്ത് എടുത്തു വെച്ചു. സാധാരണ അങ്ങനെ തന്നെ ചെയ്യാറ്. ലീവുള്ള ദിവസം നാളികേരം 2 ദിവസത്തേക്ക് സാമ്പാറിനും 2 ദിവസം മീൻകറിക്കും ഒക്കെ നാളികേരമൊക്കെ അതേപോലെ വറുത്ത് എടുത്തു വെക്കും കേട്ടോ. അപ്പോൾ ഇന്നും അതേപോലെയൊക്കെ ഒന്ന് എടുത്തു വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേറെ വിശേഷങ്ങളൊന്നുമില്ല. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.